ധന്യാരാമൻ, ഈ കുറേ കാലമായി കേരളത്തിൽ ഈ പുതുതലമുറയിൽപ്പെട്ട കലാകാരന്മാർ, പ്രത്യേകിച്ച് ഇപ്പം ന്യൂജൻ കലാകാരന്മാർ, അത് സിനിമയിലായാലും ഇപ്പോൾ റാപ്പ് സംഗീതത്തിലായാലും അതല്ലെങ്കിൽ ഈ വിനോദ മേഖലയിൽ എവിടെയായാലും അവർക്കിടയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് വ്യാപകമായ ആശങ്കകൾ, പരാതികൾ, ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരാൻ തുടങ്ങിയിട്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ നിരന്തരം പറയുന്ന കാര്യമുണ്ട്, അവരെ ഒന്നും ആരും തൊടാൻ പോകുന്നില്ല, അവരിലേക്കൊന്നും ഒരു അന്വേഷണവും പരിശോധനയും ഒന്നും എത്താൻ പോകുന്നില്ല. കാരണം സിനിമയൊക്കെ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന മേഖലയാണ്, അവിടെ വലിയ സ്വാധീനമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇനി ഒന്നോ രണ്ടോ കേസുകൾ ഉണ്ടായാൽ തന്നെ അതൊക്കെ തേച്ചു മായ്ച്ചു പോകും, ആരിലേക്കും ഈ അന്വേഷണങ്ങൾ എത്തില്ല എന്ന്. പക്ഷെ അതിന് നേരെ വിപരീതമായി ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട, അതായത് ഈ തലമുറയിൽപ്പെട്ട വലിയ സ്വാധീനമുള്ള പ്രേക്ഷകരെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളിലേക്ക് പരിശോധനകൾ എത്തുന്നതാണ്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ഇന്നിപ്പോഴാ ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ, അങ്ങനെ അവരൊക്കെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു. അവരിൽ നിന്ന് അവർ ഈ ലഹരി ഉപയോഗിക്കുന്നതാണെന്ന് ഷൈൻ ടോം ചാക്കോ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വേടൻ്റെ കാര്യത്തിലും സമാനമായ ഒരു സംഭവമാണോ ഉണ്ടായിരിക്കുന്നത്? കാരണം വേടൻ പ്രതിനിധാനം ചെയ്യുന്നത് കീഴാള വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ കീഴാളതയുടെയും അതോടൊപ്പം തന്നെ യുവത്വത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു പ്രതിരോധ രാഷ്ട്രീയത്തെയും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ബിംബമായി ഇപ്പോൾ ബോബ് മാർലിയുമായും ഒക്കെ താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട്. വേടൻ്റെ വരികൾ, വേടൻ്റെ സംഗീതം, വേടൻ്റെ പെർഫോമൻസ്, വേടൻ്റെ ആ രൂപം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ വേടനെ വേട്ടയാടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ നടക്കുന്നതെന്ന് ചിലർ പറയുന്നുണ്ട്. അത് ആരാധകരുടെ കേവലമായ ഒരു ആരാധനയിൽ നിന്ന് പറയുന്നതല്ല, വളരെ ഗൗരവമുള്ളൊരു രാഷ്ട്രീയ ചോദ്യം എന്ന നിലയിൽ ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ അതിലേത് പക്ഷത്ത് നിൽക്കും? വേടൻ്റെ കയ്യിൽ നിന്ന് ലഹരി കണ്ടെത്തിയതിനെ ഞാൻ എപ്പോഴും എന്താ പറയണ്ടേ, ഞാൻ പിന്തുണയ്ക്കുന്നില്ല. വേടൻ്റെ കയ്യിൽ നിന്നല്ല, ആരുടെ കയ്യിൽ നിന്ന് ലഹരി കണ്ടെത്തിയാലും ഞാനതിനെ പിന്തുണയ്ക്കുന്നില്ല. കാരണം ലഹരി ഉപയോഗിച്ച ഒരു മനുഷ്യന് ഏത് ലെവൽ വരെ പോകുന്നുള്ളത് ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇഷ്ടംപോലെ മനുഷ്യരെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട്. സ്വബോധവും പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയും കൂടി നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഒരാൾ കത്തിയും പെട്രോളുമായിട്ട് ഒരാൾ വന്നിരുന്നു. അത് അയാൾ മയക്കുമരുന്നിൻ്റെ അങ്ങേ അറ്റമാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ജയിലിലാക്കിയിട്ട് ജയിലിലിടാൻ പറ്റുന്നില്ല, ഇവിടെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അങ്ങേ അറ്റത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട് നിൽക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ വേടനെ കുറേ നാളുകളായിട്ട് വേടൻ്റെ പ്രോഗ്രാം എവിടെ കണ്ടക്ട് ചെയ്താലും അത് ഒരു 4 പാട്ട് 2 പാട്ടോട് കൂടി അതിനെ പോലീസ് പോയി അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സാധിക്കാത്ത, ഇവിടുത്തെ സ്റ്റേറ്റിന് സാധിക്കാത്ത ഒരു ചലനം സമൂഹത്തിനിടയിൽ കുട്ടികളെയൊക്കെ സ്വാധീനിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ലഹരിയുടെ വഴിയെ പോകട്ടെ, അദ്ദേഹത്തിൻ്റെ ആശയം ഒരുക്കി ആ 100% സത്യമായിട്ടുള്ള ആശയം, വരേണ്യബോധത്തിനെതിരായിട്ടുള്ള ആശയത്തെ ഞങ്ങൾ 100% പിന്തുണയ്ക്കും. പിന്നെ ഇതൊരു എന്താ പറയണ്ടേ, ഇതൊരു സെലക്റ്റീവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിനേക്കാളും കഞ്ചാവും MDMAയും സിനിമാ മേഖലയിൽ ഇവിടെ ഒഴുക്കിയ മനുഷ്യരെ പോലീസിന് നന്നായിട്ട് അറിയാം, ആരാണെന്നറിയാം. അവരുടെ പുറകെ ഒരിക്കലും പോലീസ് പോകത്തില്ല. ഇപ്പം ഒന്നും പോകണ്ട. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോനെ ആദ്യം പിടിച്ചപ്പം കോടതിയിലെത്തിയപ്പം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ ഷൈനിൻ്റെ മെഡിക്കൽ എടുത്തിട്ടില്ല. ഇതൊരു തഹസിൽദാർ, ഒരു മജിസ്ട്രേറ്റ് ആണ് പോയിട്ട് ഇതിൻ്റെ അളവെടുക്കേണ്ടത്. മജിസ്ട്രേറ്റ് പോയിട്ട് അളവെടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഷൈൻ ടോം ചാക്കോ ആദ്യത്തെ കേസിൽ സുഖമായിട്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇവിടുത്തെ വിഷയം പിന്നെ ഞാൻ വേണമെങ്കിൽ ഗണേഷ് കുമാറിനൊരു കാര്യം ചെയ്യും. ഇപ്പം പുലിനഖത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. പുലിനഖം ഇവിടെ മാത്രമേ പ്രശ്നമുള്ളൂ. പുലിനഖം വേടന് തായ്ലൻഡിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത്. അവിടെ അത് പ്രശ്നമില്ലാത്തൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 5 ആനക്കൊമ്പ് കണ്ടെത്തിയ മോഹൻലാൽ എവിടെ? ഒരു തവണ പോലും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നിട്ടില്ലാത്ത മോഹൻലാലിനെതിരെ ഇവിടുത്തെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ മോഹൻലാലിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇത് പ്രിവിലേജാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ അച്ചീവ് ചെയ്ത് അവരെ പിടിച്ച് അവരെ ഒതുക്കുക എന്നുള്ളത് ഇത് ഇപ്പോഴത്തെ പോലീസിലെ ഒരു വിഭാഗം സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വേറൊരു മുഖമാണ്. അത് നിങ്ങൾ അതിനെ അംഗീകരിച്ചേ പറ്റൂ. അത് നന്നായിട്ട് ഞങ്ങൾക്കും അറിയാം. ഗണേഷ് കുമാർ മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെയും പുതിയൊരു ഉത്തരവ് ഇറക്കി കൊടുത്തു. അതായത് മോഹൻലാലിന് 5 ആനക്കൊമ്പ് കൈവശം വയ്ക്കാന്ന്. ഗണേഷ് കുമാറിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഗണേഷ് കുമാറെ, താങ്കൾക്ക് വേടന് ഒരു പുലിനഖത്തിൻ്റെ മാല കഴുത്തിലിടാമെന്ന് പറഞ്ഞ് താങ്കൾക്ക് അത് പിന്നെ അനുവദിച്ച് ഒരു ഓർഡർ അതുപോലെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? നിങ്ങളത് ചെയ്യില്ല. അതാണ് പറയുന്നത് ഇവിടെ ജാതിയുടെ പ്രിവിലേജ്, ആശയങ്ങളുടെ പ്രിവിലേജ്, വേടൻ പറയുന്നതിൻ്റെ പ്രിവിലേജ്. വേടൻ വെജിറ്റേറിയൻ അല്ല, വേടൻ പറയുന്നത് വെജിറ്റേറിയൻ അല്ല. അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിഭാഗം മനുഷ്യർ ഇവിടെ ഉണ്ട്. വേടൻ പറയുന്നത് സത്യമാണ്.
ഞങ്ങളെ ഇന്ന് വരെ ഈ നിമിഷം ഇരിക്കുമ്പോൾ പോലും ഇപ്പം ഒരു പക്ഷേ കാവാലം എന്നുള്ള പേരിൽ സാർ അവിടെ ഇരിപ്പുണ്ട്. സാറിനൊക്കെ എന്താ പറയണ്ടേ, സാറിനുള്ള പ്രിവിലേജ് എന്തായാലും ഈ തലമുറയിലെ അല്ലെങ്കിൽ ഈ തലമുറയിലെ വേടന് അത് കിട്ടത്തില്ല. അത് വേറെ തന്നെയാണ്. വേടൻ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും വേടനെ ഒതുക്കേണ്ടവർ വേടനെ കൃത്യമായിട്ട് ഒതുക്കിയിരിക്കും തന്നെയുള്ള. കാരണം അതിലെ വിഷയം വേടൻ്റെ ആശയമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള പോലീസിൽ ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. വലിയ വലിയ മയക്കുമരുന്ന് കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പോലീസ് അത് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇവിടെ പൊതുസമൂഹം അറിയേണ്ട കേസുകളുണ്ട്. അത് ഏതെങ്കിലും പൊതുസമൂഹം ഇതുപോലെ രാവിലെ തൊട്ട് ചാനലിൽ വാർത്തയായിട്ട് അതെങ്ങനെ അറിയുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. 12-14 വയസ്സുള്ള ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലെ കൊച്ചു പെൺകുട്ടികളെ ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ഗുണ്ടകൾ കൊണ്ടുപോയിട്ട് അവരെ റേപ്പ് ചെയ്തു. അവരെ MDMA ആയിട്ട് ട്രെയിനിൽ ഇങ്ങോട്ടേക്ക് കടത്തുന്ന ജോലിയെടുത്തു. ഇപ്പം ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ട്രിവാൻഡ്രം ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ളൊരു വാർത്ത ചെയ്തിട്ടുണ്ടോ? മയക്കുമരുന്ന് കേസിൽ മയക്കുമരുന്ന് കടത്താനായിട്ട് ആ ഗുണ്ടയുടെ പേര് നിങ്ങൾക്ക് അറിയാവോ? ആ ഗുണ്ട എവിടുന്ന് മയക്കുമരുന്ന് എടുക്കുന്നു അറിയാവോ? അതിന്റെ സോഴ്സ് പോലീസ് കണ്ടെത്തിയോ? അതൊന്നും വാർത്തയാകുന്നില്ല. ഇവിടെ വലിയ വലിയ കേസുകൾ അവിടെ കിടക്കുവാണ്. 3 ഗ്രാം കഞ്ചാവ് പിടിച്ച വേടന്റെ പുറകെയാണ് എല്ലാ മനുഷ്യരും നിൽക്കുന്നത്. അതിന്റെ വിഷയമാണ് ഞങ്ങൾ ജാതി എന്നും പ്രിവിലേജ് എന്നും പറയുന്നത്. 5 ആനക്കൊമ്പ് കൈവശം വെച്ച മോഹൻലാൽ അവിടെ നിൽക്കും. എന്നിട്ട് വനം വകുപ്പ് പറയുവാണ്, മോഹൻലാലിന് സ്പെഷ്യൽ ഓർഡർ ഇട്ട് കൊടുത്ത വനം വകുപ്പ് പറയാണ് വേടനെ പൂട്ടുന്നു. ഇതാണ് ഇവിടുത്തെ പ്രിവിലേജ്.